ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റ് എന്ന് പറയുന്നില്ല. കാരണം ഫേക്കാണോ, വീണ്ടും ഇതൊരു തട്ടിപ്പാണോ വെട്ടിപ്പാണോ, ഇവിടെ നിന്നുള്ള ഡീറ്റെയിൽസാണ്, വെറുതെ എന്തിനാണ് കോണ്ടാക്ട് ചെയ്യുന്നത്, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടുന്നു, അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പോയാൽ ഒരു കോള് മെസ്സേജ് അനുയോജ്യമായിട്ടുള്ള ആലോചനയാണെങ്കിൽ നോക്കുക. ഒന്ന് കോണ്ടാക്ട് ചെയ്തെന്നോ ഒരു മെസ്സേജ് ചെയ്തെന്നോ എന്ന് വിചാരിച്ചു നിങ്ങളെ ആരെയും നിർബന്ധിക്കില്ല, ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിക്കില്ലല്ലോ. അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ പോരെ. അപ്പോൾ ഹിന്ദു വിശ്വകർമ്മ കാസ്റ്റിൽപ്പെട്ട 24 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ആലോചനയാണ്. 30 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളുടെ ആലോചന മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ എടുത്തു പറയാൻ ട്രിവാൻഡ്രം, കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആലോചനകളാണ്. കാരണം കൂടുതൽ പേരും ഞാൻ ഈ ഡിസ്ട്രിക്റ്റ് എടുത്തു പറയുകയാണെങ്കിലും പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കോളുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കോളുകൾ വരുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ വിളിക്കുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആലോചനകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് എത്രയൊക്കെ എന്ന് പറഞ്ഞിരുന്നാലും വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അത്രയും ഡിസ്റ്റൻസിലുള്ള പ്രപ്പോസലുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീട്ടുകാരൊന്നും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം ആണെങ്കിൽ അതിന് നിയർ ആയിട്ടുള്ള, പിന്നെ ഇവർക്കൊന്നും ഇവിടെ നിന്നൊന്നും ശരിയാകുന്നില്ലെങ്കിൽ മാത്രമാണ് ദൂരെ കൂടുതൽ വെച്ച് നോക്കുന്നത്. പിന്നെ ആൺകുട്ടിയുടെ വീട്ടുകാർക്കൊന്നും അധികം ദൂരം പോകുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള ആൺകുട്ടികളുടെ മാതാപിതാക്കളോ ആൺകുട്ടികളോ ഈ ഒരു പ്രപ്പോസലിൽ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ജെനുവിനാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എവിടെയെങ്കിലും മാട്രിമോണി ആവട്ടെ, ബ്യൂറോ ആവട്ടെ, പത്രം ആവട്ടെ, നമുക്ക് 1 രൂപയെങ്കിലും ചിലവഴിച്ചാൽ മാത്രമേ ഒരു നമ്പർ കിട്ടുകയുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്ത് തരികയാണ്. കോണ്ടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്.